സല്ലാപം എന്ന സിനിമയിൽ ജൂനിയർ ആർട്ടിസ്റ്റായി ഞാൻ അഭിനയിച്ച ഒരു നിമിഷം കൊണ്ട് കാണാതെ പോകുന്ന ഒരു കഥാപാത്രം ആദ്യമൊന്ന് നമുക്ക് കാണാം. ദിലീപും കലാഭവൻ മണിയും ഒടുവിലുണ്ണീഷ്ണനും അടക്കം പ്രധാന താരങ്ങൾ അഭിനയിക്കുന്ന സീനിൽ എന്നെ എങ്ങനെ കണ്ണിൽ പെടില്ല ഒരു മഞ്ഞ ഷർട്ടിട്ട് സൈഡിൽ നിൽക്കുന്നത് കാണാം. അഭിനയിക്കാൻ പ്രത്യേകിച്ചൊന്നും ഇല്ലാത്തതുകൊണ്ട് വയറിൽ ചുമ തടവിക്കൊണ്ടാണ് എൻ്റെ നിൽപ്പ്. ശ്വാസം നേരെ വേണ്ടത് യേശുദാസ് അല്ലേ? അതെ, ഒരു താടിയുടെ കുറവുണ്ട്. ഓ അല്ല, യേശുദാസിന് നല്ലൊരു സുന്ദര താടിയുണ്ട്. ആദ്യം അസൂയ കളയാ, എന്നാലും നീയൊക്കെ നന്നാവും. വരും പരിചയപ്പെട്ടില്ലല്ലോ. തറക്കൽ കോവിലെന്ന് കേട്ടിട്ടുണ്ടോ? ഇല്ല. അയ്യോ, പ്രസിദ്ധാണേ. ആ കോലത്തെ ലീലാവതി തമ്പുരാട്ടി കലാമണ്ഡലത്തിൽ മ്യൂസിക് ടീച്ചറാ. ഇത് തമ്പുരാട്ടിയുടെ ഒരേ ഒരു മോള് ലതാവർമ്മ. സംഗീതത്തിൽ ജനിച്ചു, സംഗീതത്തിൽ വളർന്നു, സംഗീതമേ ജീവിതം. ഇനിയിപ്പോ പ്രത്യേകിച്ചൊന്നും പറയണ്ടല്ലോ. പാടാൻ ചെറിയമ്പുരാട്ടെ കിട്ടിയത് എന്റെ ഭാഗ്യമല്ല, താങ്കളുടെ ഭാഗ്യമാണ്. ശശികുമാരൻ ശാസ്ത്രീയമായി പഠിച്ചിട്ടുണ്ടോ? ആരാണ് ഗുരു? ഗുരു കോളേജിലെ പഠിച്ചത്, പാലക്കാട് ചെമ്പൈ സംഗീത കോളേജ്. അപ്പൊ പ്രഭാകരവർമ്മയെ പിന്നെ ഇതിൽ അഭിനയിക്കാനുണ്ടായ സാഹചര്യം ഞാൻ അവസരം ചോദിച്ചു പോയിട്ടൊന്നുമല്ല. എല്ലാം ഒരു നിമിത്തം പോലെ സംഭവിക്കുന്ന ചിലതാണ്. സതീശൻ പന്തളത്തെ സിനിമ കഴിഞ്ഞ് തട്ടകം എന്ന് പറയുന്ന മറ്റൊരു സിനിമ ചെയ്യാൻ അവിടെ നിന്ന് വീണ്ടും പോയി എന്നുള്ള വിവരമാണ് എനിക്ക് കിട്ടുന്നത്. സത്യത്തിൽ വലിയ അസൂയയും ദേഷ്യമൊക്കെ വരുന്നുണ്ട്. നമ്മളാണെങ്കിൽ ഒരു ഡോക്യുമെൻ്ററി ചെയ്ത് എന്താ പറയുക, അത് കഴിഞ്ഞ് വീണ്ടും നാട്ടിൽ വന്ന് തെണ്ടിത്തിരിഞ്ഞ് നടക്കുകയാണ്. ഈ ഒരു സമയത്താണ് അപ്രതീക്ഷിതമായിട്ട് നമ്മുടെ റെസ്റ്റ് ഹൗസിൽ പോയി സമയം കളയാൻ വേണ്ടി, ഒറ്റയ്ക്കല്ലേ, ഉണ്ണിയെ കാണാൻ വേണ്ടി PWD റെസ്റ്റ് ഹൗസിലേക്ക് പോയതാണ്. റെസ്റ്റ് ഹൗസിൻ്റെ അടുക്കള വരാന്തയിൽ ഉണ്ണിയോട് കത്തിയടിച്ചിരിക്കുമ്പോഴാണ് 6-ാം നമ്പർ മുറി തുറന്ന് ഒരാൾ പുറത്തേക്ക് വന്നത്. സല്ലാപം സംവിധാനം ചെയ്ത സുന്ദർദാസിൻ്റെ അസോസിയേറ്റ്, നിരവധി ഹിറ്റ് സിനിമകളുടെ പിന്നീട് സംവിധായകനായ ശ്രീ ബ്ലെസ്സി സാറായിരുന്നു അത്. ചാവി കൊടുക്കാൻ ഉണ്ണിയുടെ അടുത്തേക്ക് എത്തിയപ്പോൾ ഉണ്ണി എന്നെ പരിചയപ്പെടുത്തി. ഇത് ഷൊർണൂർ വിജയൻ, നാടക രംഗത്തൊക്കെ സജീവമായിരുന്ന ഒരാളാണ്. ബ്ലെസ്സി സാർ എനിക്ക് കൈ തന്നതോടുകൂടി ഉണ്ണി ഒന്നുകൂടി കാച്ചി. വല്ല വേഷം ഉണ്ടെങ്കിൽ കൊടുത്തോളൂ, നല്ല നടനാണ്. അപ്പോൾ ബ്ലെസ്സി സാർ പറഞ്ഞു, നാളെ രാവിലെ കുന്നത്ത് മനയിലേക്ക് വരൂ, അവിടെ ഒരു ദിലീപൊക്കെ ഉള്ളൊരു സീനുണ്ട്, അതിൽ അമ്പല കമ്മിറ്റിയുടെ ഒരാളായിട്ട് വേണമെങ്കിൽ നിൽക്കാം. അങ്ങനെയാണ് ഞാൻ നേരത്തെ നിങ്ങൾ കണ്ട വീഡിയോയിൽ അഭിനയിച്ചത്. പക്ഷെ അന്ന് തന്നെ ഞാനൊന്ന് മനസ്സിലാക്കി, ഈ ജൂനിയർ ആർട്ടിസ്റ്റായി പോയി നിന്നാൽ വലിയ